നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വലവിരിക്കുമ്പോൾ പ്രമുഖരുടെ സ്വത്തുക്കളും കണ്ടുകെട്ടാനുള്ള നീക്കമാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ A. പത്മകുമാറിന്റെ സ്വത്തുക്കളും ED കണ്ടുകെട്ടാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. N. വാസു, മുരാരി ബാബു എന്നിവരുടെ സ്വത്തുക്കളും ഇതേ വഴിക്ക് കണ്ടുകെട്ടാൻ ED നീക്കം തുടങ്ങിക്കഴിഞ്ഞു. കവർച്ച ചെയ്യപ്പെട്ട സ്വർണത്തിന്റെ മൂല്യത്തിന് തത്തുല്യമായ തുകയ്ക്കാണ് ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത്. ഇതിനകം തന്നെ കേസിലെ വിവിധ പ്രതികളുടെ 1.3 കോടി രൂപ മൂല്യം വരുന്ന 8 സ്ഥാവര സ്വത്തുക്കൾ ED മരവിപ്പിച്ചിരുന്നു. ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ ED നടത്തിയ സംസ്ഥാന വ്യാപക റെയ്ഡിന് പിന്നാലെയാണ് ഈ നിർണായക നീക്കം. തമിഴ്നാട്ടിലെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 100 ഗ്രാം സ്വർണം കണ്ടെത്തിയതായി ED ഇന്നലെ വെളിപ്പെടുത്തി. ഇത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ 2019 മുതൽ 2024 വരെയുള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവിധ രേഖകളും മിനിറ്റ്സുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. സ്വർണം ചെമ്പാക്കി മാറ്റിയ നിർണായകമായ ഫയലുകളും കസ്റ്റഡിയിലായത് കഥയിലെ ചൂട് കൂട്ടുന്നുണ്ട്. ദേവസ്വം ജീവനക്കാരുടെ അനധികൃത സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള സുപ്രധാന രേഖകളും EDക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവയെല്ലാം അതിസൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കുന്നു. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 21 കേന്ദ്രങ്ങളിലായിരുന്നു ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന ഈ മിന്നൽ റെയ്ഡ് നടന്നത്. ഒരു പാൻ ഇന്ത്യൻ ഓപ്പറേഷൻ പോലെ ഈ സ്വർണ്ണക്കഥയുടെ ഓരോ കോണുകളും ED ചികഞ്ഞെടുക്കുകയാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ N. വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് വാസുവിന്റെ അപ്പീൽ. അന്വേഷണത്തിലെ പ്രധാന നടപടികളും തെളിവ് ശേഖരണവും ഉൾപ്പെടെ പൂർത്തിയായതിനാൽ ഇനി തന്റെ കസ്റ്റഡി അനിവാര്യമല്ലെന്നാണ് വാസുവിന്റെ വാദം. പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് ജാമ്യം നൽകണമെന്നും അപ്പീലിൽ ആവശ്യപ്പെടുന്നുണ്ട്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുക. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യവ്യവസ്ഥയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ദ്വാരപാലക ശില്പക്കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞതോടെയാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കർശന ഉപാധികളോടെ കോടതി ജാമ്യം നൽകിയത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്നും കേരളം വിട്ടു പോകരുതെന്നും ജാമ്യവ്യവസ്ഥയിൽ പറയുന്നു. സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവ് നശിപ്പിക്കരുതെന്നും പാസ്പോർട്ട് ഹാജരാക്കണമെന്നാണ് ജാമ്യവ്യവസ്ഥ. അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാകണം. കൂടാതെ എല്ലാ ചൊവ്വാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും ചെയ്യരുതെന്നും ജാമ്യവ്യവസ്ഥയിലുണ്ട്. എന്നാൽ കട്ടിളപ്പാളി കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ ജയിലിന് പുറത്തിറങ്ങാനാകില്ല. ഫെബ്രുവരി 1-ന് 90 ദിവസം പൂർത്തിയാകുന്നതോടെ കട്ടിളപ്പാളി കേസിലും പോറ്റി ജാമ്യ നീക്കം നടത്തും.